ശ്രീമതി ഷീബ, മകൻ പോയ വേദനയുടെ ഒരാണ്ട് അതെങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിക്കുന്നില്ല. അതിജീവിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മകൻ്റെ ഓർമ്മകളിൽ വിങ്ങുന്നുണ്ട് അമ്മ എന്നറിയാം. നമുക്ക് കോളേജുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നു. അധ്യാപകർ ഇതറിയുന്നില്ലേ? അറിഞ്ഞാൽ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല? ഈ കുട്ടി അച്ഛനോടോ അമ്മയോടോ തുറന്നു പറഞ്ഞാൽ മാത്രം പുറത്തു വരുന്ന നീറുന്ന സംഭവങ്ങളായി ഇതെന്തുകൊണ്ട് മാറുന്നു? അമ്മയ്ക്ക് എന്താണ് പറഞ്ഞവസാനിപ്പിക്കാനുള്ളത്? ജൂനിയർ കുട്ടികൾ, റാഗിങ്ങിന് ഇരയായ കുട്ടികൾ പറയാൻ പേടിക്കുന്നതിന് കാരണം ആ സീനിയേഴ്സും അധ്യാപകരും അല്ലെങ്കിൽ കോളേജിലുള്ള അധികൃതർ എല്ലാവരും സീനിയേഴ്സും കൂടെ ഒരു നല്ലൊരു ബന്ധമുണ്ട്. അവർക്ക് എന്താണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അധ്യാപകർ കുട്ടികൾക്ക് സീനിയേഴ്സിന് എക്സാമിന് സഹായിക്കുന്നു. അത് ഉറപ്പാണ്. അത് നടക്കുന്നുണ്ട്, പൂക്കോട് നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ പാർട്ടിപരമായി നമ്മുടെ മാതൃ പാർട്ടി ഏതാണോ ആ രീതിയിലുള്ള സഹായം അധ്യാപകർക്ക് കൊടുക്കുന്നു. ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണ്. അപ്പോൾ നമ്മുടെ ചെന്ന് കയറുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ തന്നെ ഈ സീനിയേഴ്സിൻ്റെ റൂമിലാണ് എല്ലാ അവധി ദിവസങ്ങളിലും വാർഡനും അസിസ്റ്റൻ്റ് വാർഡനും ഒക്കെ അവരെ രാത്രി മിക്കവാറും ദിവസങ്ങളിൽ സീനിയേഴ്സ് തോളിലിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ജൂനിയേഴ്സ് ഇവർ തമ്മിൽ എന്തോ ഒരു ഗുണ്ട നേതാക്കൾ പോലെ പോകുന്നു. അവർ പേടിക്കുന്നു, അവർക്ക് പറയാൻ പേടിയാകുന്നു. എല്ലാ കോളേജുകളിലും നടക്കുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം കൂടെ ഉള്ള കുട്ടികളായിരിക്കും. അവരൊരു ലോകത്ത് ചെന്ന് കയറുകയാണ്. അപ്പോൾ അവരെ കൈപിടിച്ച് അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കേണ്ടവരാണ് ഇവർ. അവരെ വച്ച് കളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവന്, അല്ലെങ്കിൽ അവരെ വച്ച് സന്തോഷിക്കുന്നു, അവരുടെ വിഷമം കണ്ട് ആസ്വദിക്കുന്നു. അതിന് ഫുൾ ഉത്തരവാദിത്വം കോളേജ് അധികൃതർക്ക് തന്നെയാണ്. അവരൊന്ന് വിചാരിച്ചാൽ ഈ സീനിയേഴ്സ് അവരുടെ തൊട്ട് താഴെ നിൽക്കുള്ളൂ. ഇത് തിരിച്ചാണ് നടക്കുന്നത്. അവിടെ പുറത്തുനിന്ന് എങ്ങനെ ലഹരി വരുന്നു, മദ്യം വരുന്നു കോളേജിനകത്ത്, അതെങ്ങനെ എത്തും അതിനകത്ത് വാർഡൻ അറിയാതെ? പുറത്ത് പോയ കുട്ടികൾ, എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് പുറത്ത് പോയ കുട്ടികൾ എങ്ങനെ എത്തുന്നു? അത് ആരാ നോക്കേണ്ടത്? സീനിയേഴ്സിന് ഇത്രയും ധൈര്യം കൊടുക്കുന്നത് ആര്? പാർട്ടി, യൂണിയൻ, അതെല്ലാം പോട്ടെ. അപ്പോൾ ഈ ധൈര്യം കൊടുക്കുന്നത് ഈ അധികൃതരല്ലേ? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം നമ്മൾ? ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞ കുട്ടികളല്ലേ സീനിയേഴ്സ്, അല്ലാതെ പെട്ടെന്ന് ഓടി വന്നവരല്ലല്ലോ. അപ്പോൾ ഇവർക്ക് ധൈര്യം കിട്ടി വരുന്നതല്ലേ, അവർ കണ്ട് പഠിച്ച് കിട്ടുന്നതല്ലേ. എന്തായാലും സിദ്ധാർത്ഥന്റെ അമ്മ, അച്ഛൻ, അമ്മാവൻ തുടർന്നും നിയമ പോരാട്ടം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പോകും എന്ന. അതെ അതെ അതെ. അമ്മ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇനിയും മതിയാക്കാറായില്ലേ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. അപ്പോൾ ആ കുടുംബം ഇപ്പോഴും അതിജീവിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വപ്നങ്ങൾ വീണുടഞ്ഞു, പ്രിയപ്പെട്ട മകൻ വീണുപോയി. പക്ഷേ ഞങ്ങൾ തുടരും ഈ വഴിയിൽ, ഏതറ്റം വരെയും പോകും. ഈ കാടത്തം എന്നേക്കുമായി അവസാനിച്ച് കാണണം എന്നുള്ള. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരാണ്ട് തികയുന്ന ദിവസം കേൾക്കേണ്ടി വരുന്നത് റാഗിങ്ങുകളുടെ പരമ്പരയാണ്. തീർച്ചയായും അതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. മാറുന്നില്ലല്ലോ കേരളം ഇനിയും എന്ന ചോദ്യം. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ടാവും. യെസ്, ഞങ്ങളാണ് ഇതാദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഇനിയും നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ട് എന്ന് ഈ ദിവസത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളാം. വാക്ക് തരുന്നു. യെസ്.